ഇന്ന് നമുക്ക് പൈത്തൺ പ്രോഗ്രാംസ് ഓൺലൈനായി പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് രണ്ടും കൂടി നോക്കാം. കുറേയധികം ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകളും അതേപോലെ പൈത്തൺ ബേസിക്സ് പ്രോഗ്രാംസും ഇന്ന് നമുക്ക് നോക്കാം. നമുക്കിന്ന് കുറച്ച് പൈത്തൺ പ്രോഗ്രാംസുകളെ പരിചയപ്പെടാം. ഈ പ്രോഗ്രാം ഒരു സംഖ്യ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഇതൊരു ചെറിയ പ്രോഗ്രാമാണ്. ആദ്യ വരിയിൽ നമ്മൾ num എന്നൊരു വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇൻപുട്ട് എന്നൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ പൈത്തണിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഖ്യയെ നമ്മൾ ഇൻപുട്ടായി സ്വീകരിക്കുന്നു. അത് സ്ട്രിംഗ് ആയിരിക്കും. ആ സ്ട്രിങ്ങിൽ നിന്ന് നമുക്ക് അത് ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ int എന്നൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ പൈത്തണിൽ ലഭ്യമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്ട്രിങ്ങിൽ നിന്നും ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെ ആദ്യത്തെ വരിയിൽ തന്നെ num എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത്തെ വരിയിൽ നമ്മൾ ചെയ്യുന്നത് num-നെ ചെക്ക് ചെയ്യുന്നു. ഒന്നിനേക്കാൾ വലുതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം വലുതാണെങ്കിൽ മാത്രം നമ്മൾ അകത്തോട്ട് പോകുന്നു, ലൂപ്പിനകത്തോട്ട് പോകുന്നു. ലൂപ്പിനകത്തൊരു ഫോർ ലൂപ്പ് ഉണ്ട്, കൂടാതെ ഒരു ഇഫ് ലൂപ്പ് കൂടിയുണ്ട്. അതിനകത്ത് ഇഫ് കണ്ടീഷൻ ഉണ്ട്. ഫോർ ലൂപ്പിനകത്ത് നമ്മൾ I എന്നൊരു വേരിയബിളിനെ റേഞ്ച് എന്നൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. 2 മുതൽ അവസാനത്തെ num -1 വരെയുള്ള സംഖ്യകളെയാണ് അവിടെ നമുക്കത് ഒരുമിച്ച് കൂട്ടമായി കിട്ടും. അപ്പോൾ അതിനൊരു ലൂപ്പ് പോലെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു. Iലേക്ക് ആദ്യം 2, പിന്നെ 3, അങ്ങനെ num -1 വരെയുള്ള സംഖ്യകളെ നമുക്ക് ഒരുമിച്ച് നമുക്ക് എടുക്കാനായിട്ടാണ് റേഞ്ച് എന്നുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ സംഖ്യയും നമ്മൾ ഇവിടെ ഇഫ് കണ്ടീഷനകത്ത് ഹരിച്ചു നോക്കുന്നു. num %i അത് മോഡ് ഫംഗ്ഷനാണ്. അപ്പോൾ മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിമൈൻഡർ കിട്ടും. അപ്പോൾ ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യുന്നു, അതിൽ റിമൈൻഡർ ഉണ്ടോ ഇല്ലയോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അടുത്ത വരിയിൽ അതിനെ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് ചെക്ക് ചെയ്യുന്നു. പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു സംഖ്യയെ 2 മുതൽ ആ സംഖ്യയ്ക്ക് 1 കുറവ് വരെയുള്ള സംഖ്യകളെ നമ്മൾ അതിനെ ഹരിച്ചു നോക്കുന്നു. റിമൈൻഡർ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ, റിമൈൻഡർ ഇല്ലെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് ചെക്ക് ചെയ്താൽ നമ്മൾ ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത വരിയിൽ തന്നെ പുറത്തോട്ട് പോകുന്നു. ഇനി അതിനകത്ത് തന്നെ ഒരു എൽസ് സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അവിടെ എല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളവിടെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളവിടെ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആ സംഖ്യ പ്രൈം നമ്പർ എന്ന് ഡിസ്പ്ലേ ചെയ്യുകയാണ്. അതായത് ഒരു ഡിവൈസർ പോലും അവിടെ കിട്ടുന്നില്ല എന്ന് ഉള്ള സൂചിപ്പിക്കുന്നതാണ് ആ എൽസ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ആ എൽസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ പ്രിന്റ് ചെയ്യുന്നു num is a പ്രൈം നമ്പർ എന്ന്. അപ്പോൾ ആദ്യം ഫോർ ലൂപ്പ് ഉണ്ട്, അതിനകത്തൊരു ഇഫ് കണ്ടീഷൻ ഉണ്ട്, അതിനൊരു എൽസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇനി ബാക്കിയുള്ളത് അവസാനത്തെ വരിയിലൊരു എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ആദ്യത്തെ ഇഫിന്റെ എൽസ് ആണ് അവസാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്രിന്റ് num is not a പ്രൈം നമ്പർ എന്ന് അവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചെറിയ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഒരു സംഖ്യ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഉണ്ടെങ്കിൽ അത് പ്രൈം നമ്പർ ആണെന്ന് ചെക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നോട്ട് എ പ്രൈം നമ്പർ എന്ന് ഡിസ്പ്ലേ ചെയ്യും. എന്നാൽ ഈ പ്രോഗ്രാമിൽ നമുക്ക് കുറേ കറക്ഷൻസ് വേണ്ടതുണ്ട്. കാരണം ഒരു സംഖ്യ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ 2 മുതൽ ആ സംഖ്യയ്ക്ക് ഒരു സംഖ്യ കുറവ് വരെ നമ്മൾ ഹരിച്ചു നോക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു എഫിഷ്യൻറ്റ് പ്രോഗ്രാം അല്ല. നമുക്ക് വേണമെങ്കിൽ ഈ num റേഞ്ച് മൂന്നാമത്തെ വരിയിൽ for I in range 2, num എന്നുള്ളത് വേണമെങ്കിൽ num നമ്മൾ തിരുത്തി അവിടെ സ്ക്വയർ റൂട്ട് ഓഫ് num
കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയധികം ചെക്കിങ് വേണ്ടി വരില്ല. ഈ പ്രോഗ്രാമിനെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കി മാറ്റാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ആ മൂന്നാമത്തെ വരി മാറ്റിയിട്ട് NUM പകരം SQRT ഓഫ് NUM എന്ന് ഉപയോഗിക്കുക. അപ്പോൾ SQRT ഇവിടെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് മാത്ത് എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂളുണ്ട്. ആ മാത്ത് മൊഡ്യൂളിനകത്ത് മാത്ത് ഡോട്ട് SQRT ആണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ഇമ്പോർട്ട് ലൈൻ വേണ്ടി വരും. ആദ്യം ഇമ്പോർട്ട് മാത്ത് എന്നൊരു ലൈൻ വേണ്ടി വരും. അപ്പോൾ അത് ചേർക്കുക. അതിനുശേഷം ഇമ്പോർട്ട് മാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് മാത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം മാത്ത് ഡോട്ട് SQRT ഓഫ് NUM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ആ കറക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും മികച്ചൊരു പൈത്തൺ പ്രോഗ്രാമാണ്. ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു പ്രോഗ്രാം. അടുത്തതായി നമുക്ക് പാലിൻഡ്രോമിന് വേണ്ടി ഒരു പ്രോഗ്രാം നോക്കാം. പൈത്തണിൽ രണ്ട് രീതിയിൽ നമ്മൾ പാലിൻഡ്രോം ചെക്ക് ചെയ്യാറുണ്ട്. ഒന്ന് സ്ട്രിങ്ങിന് വേണ്ടി, ഒന്ന് നമ്പറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്പറിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ആദ്യ വരിയിൽ നമ്മൾ n-ലേക്ക് ഒരു സംഖ്യയെ ഇൻപുട്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത് അതിനെ നമ്മൾ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്താണ് n-ൽ സ്റ്റോർ ചെയ്യുന്നത് ആദ്യ വരിയിൽ. രണ്ടാമത്തെ വരിയിൽ ആ സംഖ്യയെ ടെമ്പ് എന്നുള്ള ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. REV എന്ന വേരിയബിൾ നമ്മൾ റിവേഴ്സ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ REV = 0 ആണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പും REVയുമാണ് നമ്മൾ അവസാനം ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ കിട്ടുന്ന സംഖ്യയെ നമ്മൾ തിരിച്ചെഴുതുന്നു. അവസാനം അതിനെ ആ രണ്ട് സംഖ്യകളും തമ്മിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഉണ്ടെങ്കിൽ അത് പാലിൻഡ്രോം എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് നോട്ട് എ പാലിൻഡ്രോം എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. പിന്നെ മെയിൻ ലോജിക്ക് ഒരു വൈൽ ലൂപ്പിനകത്താണ്. നമ്മളൊരു സംഖ്യയെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ചെഴുതും. ഇപ്പോൾ 54 എന്നൊരു സംഖ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ 45 എന്നാക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ വൈൽ ലൂപ്പിനകത്തുള്ള ആ 3 ലൈനുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 0 ആകുന്നവരെ ആ വൈൽ ലൂപ്പ് അവിടെ വർക്ക് ചെയ്യുന്നു. ആ 54 ആണ് നമ്മൾ ഇപ്പോൾ യൂസറിൽ നിന്നും നമുക്ക് കിട്ടിയ സംഖ്യ എങ്കിൽ 54 എന്നുള്ളതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിനെ 5 ആക്കുന്നു. ഇപ്പോൾ 4 അവിടെ നമ്മൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ അവിടെ അടുത്ത സ്റ്റെപ്പിൽ അതിനെ 10 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അത് ആദ്യം കിട്ടിയ സംഖ്യയായിട്ട് കൂട്ടുന്നു. അപ്പോൾ 40 + 5 45 ആയി. അപ്പോൾ 54 എന്ന സംഖ്യയാണെങ്കിൽ നമ്മൾ ആദ്യം 4നെ സെപ്പറേറ്റ് ചെയ്യുന്നു. ബാക്കി 5 ആണ്. 5നെ സെപ്പറേറ്റ് ചെയ്ത ശേഷം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് 4 കൂട്ടുമ്പോൾ 54 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് ലൈൻ തന്നെ DIG = m%10 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ DIGക്കകത്ത് സ്റ്റോർ ചെയ്യുന്നു. REV ആദ്യം 0 ആണ്. അപ്പോൾ ആദ്യം നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 0 തന്നെയാണ് കിട്ടുക. എന്നിട്ട് അതിനെ DIGയുടെ കൂടെ കൂട്ടുന്നു. ഓരോ തവണയും നമ്മൾ n-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആദ്യത്തെ DIG ഉപയോഗിക്കുന്നത് നമുക്ക് റിമൈൻഡർ കിട്ടാനായിട്ട്. ആ റിമൈൻഡറാണ് REV എന്നുള്ള വേരിയബിളിൻ്റെ കൂടെ കൂട്ടുന്നത്. പിന്നീട് n-നെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തെ പ്രോഗ്രാം പാലിൻഡ്രോമിൻ്റെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ്. ഇതിനകത്ത് നമ്മൾ സ്ട്രിങ്ങിനെയാണ് നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുന്നത്. സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ പാലിൻഡ്രോം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. നേരത്തെ കണ്ട പ്രോഗ്രാമിൽ നിന്നും വിഭിന്നമായിട്ട് നമുക്കിവിടെ വൈൽ ലൂപ്പ് ഒന്നുമില്ല. കാരണം ഇവിടെ ലോജിക്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യം ഒരു സ്ട്രിങ്ങിനെ ആദ്യ വരിയിൽ തന്നെ നമ്മൾ ഇൻപുട്ടായിട്ട് സ്വീകരിക്കുന്നു. ആ സ്ട്രിങ്ങിനെ അടുത്ത വരിയിൽ തന്നെ നമ്മൾ അതിനെ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ എഴുതുകയാണ്.
അതിനുവേണ്ടി 2 കോളനുള്ള ഒരു സിമ്പിൾ ഉപയോഗിക്കുന്നുണ്ട്. -1 എന്നുള്ള ഒരു ഡിജിറ്റ് കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. ഉടനെ നമുക്ക് എന്താണോ സ്ട്രിങ്ങിനകത്ത് കിട്ടിയത് അതിനെ തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ റിവേഴ്സ്ഡ് സ്ട്രിങ് എന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. അടുത്ത വരിയിൽ നമ്മൾ സ്ട്രിങ്ങിനെയും റിവേഴ്സ് സ്ട്രിങ്ങിനെയും തമ്മിൽ നോട്ട് ഈക്വൽ ടു വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വരിയിൽ നമ്മൾ അതിനെ ഇറ്റ് ഈസ് നോട്ട് എ പാലിൻഡ്രോം, പാലിൻഡ്രോം അല്ല എന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രിന്റ് അതൊരു പാലിൻഡ്രോം ആണെന്ന് നമ്മൾ അതിനെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊന്നുകൂടെ ഈസിയാണ്. ലോജിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. ഒറ്റ വരിയിൽ നമ്മൾ റിവേഴ്സ്ഡ് സ്ട്രിങ് ആക്കുകയാണ്. ഒന്നുകൂടെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാമാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. ഈ പ്രോഗ്രാമിനകത്തും നമ്മൾ ആദ്യത്തെ വരി അതേ വരിയാണ്, മറ്റുള്ള പ്രോഗ്രാമിൽ ഉപയോഗിച്ച അതേ വരിയാണ്. ഒരു സംഖ്യയെ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്നു, സ്ട്രിംഗ് ആണ്, അതിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, NUM എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഫാക്ടോറിയൽ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഫാക്ടോറിയൽ എന്നൊരു വേരിയബിളിനകത്ത് 1 എന്ന സംഖ്യ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം 3 കണ്ടീഷൻ ഉണ്ട്. ഒന്നുകിൽ ആ സംഖ്യ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ ആ സംഖ്യ പോസിറ്റീവ് ആവാം, ഇല്ലെങ്കിൽ ആ സംഖ്യ 0 ആവാം. ആദ്യത്തെ ഇഫ് കണ്ടീഷനകത്ത് നമ്മൾ നെഗറ്റീവ് സംഖ്യകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇഫ് നം ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് പ്രത്യേകിച്ച് ഫാക്ടോറിയൽ നമ്പർ ഒന്നുമില്ല, നെഗറ്റീവ് നമ്പേഴ്സിന് ഫാക്ടോറിയൽ ഇല്ല, അതുകൊണ്ട് നോ ഫാക്ടോറിയൽ ഫോർ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പ്രിന്റ് ചെയ്യുന്നു. അടുത്ത കണ്ടീഷൻ എൽസ് ഇഫ് ആണ്. ELIF ആണ് പൈത്തണിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്പർ ഈക്വൽ ടു 0, അതായത് നമ്മൾ കിട്ടിയ സംഖ്യ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സംഖ്യ ഫാക്ടോറിയൽ ഓഫ് 0 ഈസ് 1 എന്ന് ഡിസ്പ്ലേ ചെയ്യുക. അവസാനത്തെ എൽസ് കണ്ടീഷനകത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലോജിക്ക് വരുന്നത്. ഒരു സംഖ്യയെ നമുക്ക് എങ്ങനെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. ആ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഒറ്റ ലൈനേ ഉള്ളൂ, ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു ഫാക്ടോറിയൽ സ്റ്റാർ i. ഇവിടെ റേഞ്ച് എന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. 1 മുതൽ NUM വരെയുള്ള സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നു. i എന്നുള്ള സംഖ്യ ആദ്യം 1 എന്നുള്ള സംഖ്യ എടുക്കുന്നു, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫാക്ടോറിയൽ ആദ്യം 1 ആണ്, 1 × 1 1 ആണ് ആദ്യം വരുന്നത്. അടുത്തതായി 2 എന്ന സംഖ്യ എടുക്കുക, 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയ സംഖ്യ NUM ആണ്. NUM പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ റേഞ്ചിനകത്തും ഒരു സംഖ്യ കുറച്ചാണ് എടുക്കുക. അപ്പോൾ NUM വരെയുള്ള സംഖ്യകളെ അവിടെ നമുക്ക് കിട്ടുന്നു. അതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫാക്ടോറിയൽ കിട്ടുന്നു. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഫിബൊനാച്ചി സീരീസ് n വരെയുള്ള സംഖ്യകൾക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം ആണ്. ഇതിനകത്ത് ആദ്യ വരിയിൽ നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്ത പോലെ തന്നെ ഒരു കിട്ടുന്ന വാല്യൂയെ ഇൻപുട്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രിംഗ് ആയി എടുക്കുന്നു, അതിനെ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, n എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം A, B, സം, കൗണ്ട് 4 വേരിയബിൾസ് ആണ്. A, B നമ്മൾ ഇന്നർ ലൂപ്പിൽ ഉപയോഗിക്കുന്ന 2 വേരിയബിൾസ് ആണ്. സം നമ്മൾ എങ്ങനെയാണ് ഫിബൊനാച്ചി സീരീസിൽ ഓരോ അവസാനം കിട്ടുന്ന സംഖ്യയെ കണ്ടെത്തുന്നത്, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സം എന്നുള്ള സംഖ്യ ഉള്ളത്. ഫിബൊനാച്ചി സീരീസിൽ നമ്മൾ ചെയ്യുന്നതാണ്, ആദ്യത്തെ സംഖ്യയെ രണ്ടാമത്തെ സംഖ്യയെ കൂടി കൂട്ടുന്നു, മൂന്നാമത്തെ സംഖ്യയെ കിട്ടുന്നു, രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂട്ടുന്നു, അത് നാലാമത്തെ സംഖ്യയെ കിട്ടുന്നു, 3ഉം 4ഉം കൂട്ടുന്നു, അഞ്ചാമത്തെ കിട്ടുന്നു. അങ്ങനെയാണ് ഫിബൊനാച്ചി സീരീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് കൗണ്ട് എന്നുള്ളത് നമ്മളൊരു വേരിയബിൾ ഉണ്ട് ഇവിടെ. അപ്പോൾ കൗണ്ടിവിടെ ഓരോ സംഖ്യ എണ്ണാൻ വേണ്ടിയിട്ടാണ്. സം എന്നുള്ളത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയും ബിയും അതിനകത്തുള്ള 2 സംഖ്യകൾ തൊട്ട് മുമ്പുള്ള 2 സംഖ്യകളാണ് എയും ബിയും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഫിബൊനാച്ചി സീരീസ് എന്ന് പ്രിന്റ് ചെയ്യുന്നു. അവിടെ എൻഡ് എന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ സംഖ്യയ്ക്ക് ശേഷം സ്പേസ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഒരു സംഖ്യ പ്രിന്റ് ചെയ്താൽ അടുത്തതായിട്ട് സ്പേസ് പ്രിന്റ് ചെയ്യും.
ഇതിനകത്താണ് ലൂപ്പ് കൊടുത്തിട്ടുള്ളത്. വൈൽ ലൂപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കൗണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു n. ഇപ്പോൾ കൗണ്ട് ആദ്യം 1 ആണ്, പിന്നെ 1 ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 അകത്തുണ്ട്, 2 3 4 അങ്ങനെ n വരെയുള്ള സംഖ്യകളിലേക്ക് അത് പോകുന്നു. n എത്തുമ്പോൾ അത് ലൂപ്പ് ഇവിടെ സ്റ്റോപ്പ് ആവുന്നു. ഇനി പ്രിന്റ് ചെയ്യുന്നത് ആദ്യം നമുക്ക് സമ്മാണ് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ആദ്യം 0 പ്രിന്റ് ചെയ്യുന്നു, പിന്നെ എൻഡ് സ്പേസ് വരുന്നു, കൗണ്ട് 1 ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, ബി എന്നുള്ള വാല്യൂ എയിലേക്ക് പോകുന്നു, അതായത് 1 എന്നുള്ള വാല്യൂ എയിൽ സ്റ്റോർ ചെയ്യുന്നു, സം എന്നുള്ള വാല്യൂ ബിയിലേക്ക് പോകുന്നു. ഇപ്പോൾ നിലവിലുള്ള അവസാനത്തെ സംഖ്യയെ നമ്മൾ ബിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അതിന് തമ്മിൽ ആഡ് ചെയ്യുന്നു, എയും ബിയും തമ്മിൽ ആഡ്. അപ്പോൾ അവസാനത്തെ കിട്ടി രണ്ട് സംഖ്യയിലാണ് എയും ബിയും, അത് തമ്മിൽ ആഡ് ചെയ്ത് നമ്മൾ സമ്മിൽ സ്റ്റോർ ചെയ്യുന്നു. വീണ്ടും ലൂപ്പ് വരുന്നു, വൈൽ ലൂപ്പിൽ വരുന്നു, ആ സമ്മിനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു, വീണ്ടും സ്പേസ് വരുന്നു. ഇങ്ങനെ ആ 4 വരികൾ തമ്മിൽ കൗണ്ട് 1 ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, വീണ്ടും ബി എയിൽ വരുന്നു, സമ്മ് ബിയിൽ വരുന്നു, സമ്മിൽ എയും ബിയും വീണ്ടും ആഡ് ചെയ്ത് വരുന്നു. ഇങ്ങനെയാണ് ഫിബൊനാച്ചി സീരീസ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ആദ്യം 0 വരും, പിന്നെ 1 വരും, പിന്നെ 0 + 1 1 വരും, പിന്നെ 2 വരും, പിന്നെ 3, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. പൈത്തണിൽ ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ജാവ, സി എന്നുള്ള ലാംഗ്വേജുകളിൽ ചെയ്യുന്ന അതേ കോഡിംഗ് തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ പകർത്താവുന്നതാണ്. പ്രത്യേകിച്ചും കൂടുതൽ വ്യത്യാസമൊന്നും വരുന്നില്ല ഇതിനകത്ത്. കാരണം ആദ്യ വരിയിൽ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഏതാണ്ട് സി ലാംഗ്വേജിനടുത്തുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രിന്റ് എന്നുള്ള ഫംഗ്ഷനിൽ മാത്രം കുറച്ച് പാരാമീറ്റേഴ്സ് വ്യത്യാസമുണ്ട്, അത് മാത്രമേ ഇതിനകത്ത് ഡിഫറൻസ് ആയിട്ടുള്ളൂ. നമുക്കിന്ന് ഓൺലൈൻ ആയി കുറേയധികം ഓൺലൈൻ കമ്പൈലേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ പൈത്തൺ പ്രോഗ്രാമിങ്ങിന് വേണ്ടി ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ പൈത്തൺ കമ്പൈലർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഓൺലൈൻ പൈത്തൺ കമ്പൈലർ, ഓൺലൈൻ എഡിറ്റർ, ഓൺലൈൻ JDB എന്നുള്ള സൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പൈത്തൺ എൻവയോൺമെൻ്റ് ഇവിടെ കാണാൻ കഴിയും. നിങ്ങളൊന്ന് ഗൂഗിളിനകത്ത് പൈത്തൺ ഓൺലൈൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആദ്യ പേജുകളിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. നമുക്ക് അങ്ങോട്ട് പോകാം. എങ്ങനെയാണ് നമുക്ക് ഒരു കമ്പൈലർ ഇൻ്റർപ്രറ്ററിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് പോലെ ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അത് ഡിസ്പ്ലേ ചെയ്യുക. അപ്പം നിങ്ങൾ ആദ്യം തന്നെ അത് എടുക്കുക. ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇവിടെ കുറേയധികം ബട്ടൺസ് ഉണ്ട്. റൺ, ഡീബഗ്, സേവ് മുതലായി കുറേയധികം ബട്ടൺസ് ഉണ്ട്. കൂടാതെ ഇവിടെ വലതുവശത്ത് പല ലാംഗ്വേജുകളും നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ പൈത്തൺ 3 ആണ് ഡിഫോൾട്ടായിട്ട് വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള ലാംഗ്വേജുകളും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. നമുക്ക് നേരത്തെ പ്രോഗ്രാം ഇവിടെ കട്ട് ചെയ്ത് പേസ്റ്റ് നോക്കാം. ഇതൊരു നേരത്തെ നമ്മൾ ചെയ്ത പാലിൻഡ്രോം പ്രോഗ്രാമാണ്. ഇവിടെ ഞാൻ റൺ ചെയ്യുന്നു. ഇത് എറർ കാണിക്കുന്നുണ്ട്. അവിടെ സെക്കൻഡ് ലൈനിലൊരു എറർ ഉണ്ട്. അവിടെ ഒരു ഡോട്ട് കിടപ്പുണ്ട്. അപ്പം ഞാൻ ആ ഡോട്ട് ഒന്ന് റിമൂവ് ചെയ്യണം. അതിനുശേഷം വീണ്ടും റൺ ചെയ്യാം. അപ്പോൾ സിൻടാക്സ് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കറക്റ്റ് ചെയ്യണം. ഇൻഡൻറ്റേഷൻ എററും വരാറുണ്ട് പൈത്തണിൽ, ഇൻഡൻറ്റേഷൻ കറക്റ്റ് അല്ലെങ്കിൽ. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ചെയ്യുന്നു, വീണ്ടും റൺ ചെയ്യുന്നു. ഉടനെ ഔട്ട്പുട്ട് വരുന്നു, എൻ്റർ ദ സ്ട്രിങ്. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു, മലയാളം എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം എൻ്റർ അടിക്കുന്നു. ഇറ്റ് ഈസ് എ പാലിൻഡ്രോം എന്നവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു.
ഞാൻ ഒരിക്കൽ കൂടി അത് റൺ ചെയ്യുന്നു. അതിനുശേഷം പാലൻഡ്രോം അല്ലാത്തൊരു ഇൻപുട്ട് കൊടുക്കുന്നു. ഉടനെ അവിടെ ഇറ്റ് ഇസ് നോട്ട് എ പാലൻഡ്രോം എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് നമുക്ക് പൈത്തൺ പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറില്ലാതെ തന്നെ ഓൺലൈനായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു ചോയ്സ് മാത്രമാണ്, നിങ്ങൾക്ക് വേറെ ചോയ്സുകളും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റുള്ള പ്രോഗ്രാംസും നോക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പാലൻഡ്രോമിൻ്റെ തന്നെ നമ്പർ പാലൻഡ്രോം ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഞാനിതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ റൺ ചെയ്യുന്നു. അവിടെ എൻ്റർ നമ്പർ ചോദിക്കുന്നുണ്ട്. ഞാനപ്പോൾ അവിടെ സംഖ്യ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ അടിക്കുന്നു. ഇവിടെ നമ്പർ ഈസ് എ പാലൻഡ്രോം എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി ഞാൻ ഒന്നുകൂടെ ഇവിടെ റൺ ചെയ്യുന്നു. പാലൻഡ്രോം വീണ്ടും ചെക്ക് ചെയ്യാൻ, മറ്റുള്ള കേസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും മറ്റൊരു സംഖ്യ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. മറ്റേ കേസ് കൂടി ഇവിടെ, നോട്ട് എ പാലൻഡ്രോം കൂടി ഇവിടെ. അടുത്തതായി ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം നമ്മൾ നേരത്തെ ചെയ്തത് റൺ ചെയ്യുകയാണ്. ഇവിടെ റൺ ചെയ്യുന്നു. സംഖ്യ എൻ്റർ ചെയ്യുന്നു. ഉടനെ അടുത്ത ഫാക്ടോറിയൽ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇവിടെ നമുക്ക് 3 കേസുണ്ട്. നെഗറ്റീവ് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, 0 കൊടുക്കാം. അതുകൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ അടുത്ത സംഖ്യ കൊടുക്കുകയാണ്. നെഗറ്റീവ് നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. ചില സമയങ്ങളിൽ കുറച്ച് സമയം എടുക്കും, ഇൻ്റർനെറ്റ് കണക്ഷൻ സ്ലോ ആണെങ്കിൽ. ഡിസ്പ്ലേ ചെയ്യുന്നു. നെഗറ്റീവിന് പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഇല്ല എന്നുള്ളത്. അടുത്തതായി ഞാൻ ഇവിടെ 0 എന്നുകൂടി ടെസ്റ്റ് ചെയ്യുകയാണ്. The factorial of 0 is 1 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി നമുക്ക് അവസാനത്തെ പ്രോഗ്രാം കൂടി ചെയ്ത് നോക്കാം. ഫിബൊനാച്ചി സീരീസ് ഞാനതിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. റൺ ചെയ്യുന്നു. എറർ കാണിക്കുന്നുണ്ട്. പൈത്തണിൽ നമുക്ക് കിട്ടാവുന്ന ഒരു എററാണ് ഇൻഡൻറ്റേഷൻ എറർ. സ്പേസ് കറക്റ്റ് ആയിരിക്കണം. ഇൻഡൻറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അത് ചെയ്യണം. ഇവിടെ ആദ്യത്തെ 7 വരികൾക്ക് ഒരേ ഇൻഡൻറ്റേഷൻ വരണം. ലൂപ്പ് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് സ്പേസുകൾക്ക് ശേഷം അവിടെ വീണ്ടും ഇൻഡൻറ്റേഷൻ നടത്തണം. ലൂപ്പിനകത്തുള്ള ലൈൻസ് എല്ലാം സെയിം കോളത്തിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പൈത്തൺ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇൻഡൻറ്റേഷൻ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഫിബൊനാച്ചി സീരീസ് 0, 1, 1 അങ്ങനെ ഉള്ള ഫിബൊനാച്ചി സീരീസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ രീതിയിൽ നമുക്ക് പൈത്തൺ പ്രോഗ്രാംസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായി. അത്യാവശ്യം കുറേ ചെറിയ പ്രോഗ്രാംസ് എങ്കിലും നമുക്ക് ഓൺലൈൻ കമ്പൈലർ വഴി ഇങ്ങനെ പ്രവർത്തിപ്പിച്ച് അതിൻ്റെ കോഡിംഗ് ശരിയാണോ, സിൻറ്റാക്സ് എറർ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ള ചെറിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള ഓൺലൈൻ കമ്പൈലേഴ്സ് വഴി ചെയ്യാൻ പറ്റും. കൂടാതെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഒരു വെർഷൻ ലഭ്യമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ആൻഡ്രോയിഡ് ഫോണുകളിൽ നമുക്ക് ചെയ്യാൻ കഴിയും.